നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ചിലർ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഒരുപാട് റേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കീ ഓഫ് ചെയ്താൽ പോലും വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ആകാതെ റേസായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുപോലൊരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷിഹാബ് കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചില വണ്ടികൾ നിർത്താതെ തനിയെ റേസ് ആകുന്നത് കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ വന്നാൽ പിന്നെ എന്തു ചെയ്യുക? അത് സ്റ്റോപ്പ് ആക്കാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ റേസ് ആവുന്നതെന്ന് നമുക്കൊന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വാഹനത്തിൽ ഇതുപോലെ റേസ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് ഒരു 99% ഇങ്ങനൊരു ചാൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെയും ചാൻസസ് വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ത്രോട്ടിൽ ബോഡിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞൊരു ഇഷ്യൂ കാണിക്കത്തുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് ഇതൊരു ഡീസൽ വാഹനമാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നമ്മുടെ വാഹനം പൊല്യൂഷൻ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡീസൽ വാഹനമുള്ള ആൾക്കാരോട് പ്രത്യേകം എടുത്ത് പറയുന്നത്, വാഹനം അവിടെ കൊണ്ടു ചെല്ലുന്ന സമയത്ത് നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് റേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 3000 RPM ഒക്കെ മാക്സിമം ആണ്. ശരിക്കും 3000 RPM മതി. ആ ഒരു റേഞ്ച് വരെയൊക്കെ മാത്രം നിങ്ങൾ RPM കൂടുതൽ കയറ്റാവുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ റേസ് ചെയ്യാവുള്ളൂ. അതിന് മുകളിലോട്ട് RPM കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. അതിന് മുകളിലോട്ട് RPM കൊണ്ടുപോയി കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്തുള്ള എഞ്ചിൻ ഓയിൽ ഏതെങ്കിലും രീതിക്ക്, കാരണം നമുക്കറിയാം ഡീസൽ വാഹനത്തിനകത്ത് കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. കംപ്രഷൻ ഇഗ്നീഷനാണ് അതിനകത്ത് നടക്കുന്നത്. അതായത് അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ബേണിങ് നടക്കാൻ വേണ്ടി സ്പാർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല നടക്കുന്നത്. ഒരു ഇഗ്നൈറ്റ് ചെയ്ത്, അതായത് കംപ്രസ് ചെയ്താണ് അത് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അതായത് ഇടിച്ചാണ് കത്തിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിക്ക് പവർ കൂടുതൽ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഓയിൽ, അതായത് നമുക്കറിയാം നമ്മുടെ പിസ്റ്റൻ്റെ ഇടയ്ക്കെല്ലാം ഓയിലിൻ്റെ അംശമുണ്ട്. ഈ ഓയിൽ ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിനകത്ത് കയറി കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇത് ചെറിയ രീതിക്കല്ല, നന്നായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് വാൽവിൻ്റെ മേലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റൻ്റെ ഇടയ്ക്കിൽ നിന്നോ എവിടെന്നെങ്കിലും ഇതിനകത്ത് ഓയിൽ കയറി കത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണി പാളി. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വാഹനങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ RPM കയറ്റാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ RPM നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതുപോലെ റവ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം. പക്ഷേ പെട്രോൾ വാഹനത്തിന് അത്തരം പ്രശ്നങ്ങൾ വരുന്നില്ല. ഇനി ഇതുപോലെ ചെയ്തു പോയി, അല്ലെങ്കിൽ ഇങ്ങനെ അറിയാതെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്തപ്പം ഇതുപോലെ കയറിപ്പോയെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിലോട്ട് ഇടുക, ബ്രേക്കും കൂടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാഹനം മൂവ് ചെയ്യുന്ന കണ്ടീഷൻ അല്ല, ഐഡിൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഇടുക, പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, വാഹനം കുറച്ചൊന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ ബ്രേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. വേറെ പ്രശ്നങ്ങളിലോട്ടൊന്നും പോവാതിരുന്നോളൂ. എന്നാൽ നമ്മളിത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും. കാരണം വാഹനത്തിൻ്റെ പിസ്റ്റൺ, വാൽവ് കാര്യങ്ങളൊക്കെ ചിലപ്പം മെൽറ്റായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ മെൽറ്റായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതൊരു എഞ്ചിൻ പണിയിലോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും ഇങ്ങനൊരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഗിയറിലോട്ടിട്ട് വാഹനം ഒന്ന് അനക്കുകയോ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.